സാധാരണ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയും അതുപോലെ ഗ്യാസിൻ്റെ വേദനയും എങ്ങനെ തിരിച്ചറിയുക എന്നുള്ളത്. പല ആളുകളും ഗ്യാസിൻ്റെ വേദനയാണെന്ന് വിചാരിച്ചിട്ട് അറ്റാക്ക് വന്നുകൊണ്ട് വീട്ടിൽ കഴിയും. പലപ്പോഴും അത് കോംപ്ലിക്കേഷനിൽ എത്തുകയും പെട്ടെന്ന് തന്നെ ചിലപ്പോൾ മരണപ്പെടുന്ന സാഹചര്യം വരെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അറ്റാക്കാണോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വേദനയാണോ എന്നതിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ വേദനയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ച ഉടനെ പലപ്പോഴും അത് സ്റ്റാർട്ട് ചെയ്യും. ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും അമിതമായിട്ട് കഴിക്കുകയും എന്തെങ്കിലും ഭക്ഷണത്തിന് കഴിച്ച ഉടനെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. പിന്നീട് എന്തെങ്കിലും മരുന്നുകളോ അല്ലെങ്കിൽ ആൻറ്റാസിഡ്സോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മരുന്നുകളോ ഒക്കെ ഉപയോഗിച്ചാൽ അത് ക്ഷമിക്കും. അതുപോലെ എന്തെങ്കിലും ജീരകവെള്ളമോ അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്യാസിനെതിരെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിച്ചാൽ ചിലപ്പോഴും അത് കുറവ് വരും എന്നുള്ളത് നമുക്ക് കാണാറുണ്ട്. പക്ഷേ നെഞ്ചിൻ്റെ വേദനയാണെങ്കിൽ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ പലപ്പോഴും നെഞ്ചിൽ തന്നെ ഒരു ശക്തമായിട്ടുള്ള പ്രഷർ അനുഭവപ്പെടുന്ന രീതിയിലൊരു വേദനയായിരിക്കും. ആ വേദന കൈകളിലേക്കും തോളിലേക്കും ഒക്കെ ചിലപ്പോൾ അങ്ങനെ റേഡിയേറ്റ് ചെയ്ത് വരുന്ന പോലെയുള്ള വേദനയായിരിക്കും. അതെന്തെങ്കിലും മരുന്നുകളോ ആൻറ്റാസിഡ്സോ ഗ്യാസിൻ്റെ ഗുളികയോ ഒന്നും കഴിച്ചാൽ ഒരിക്കലും കുറവ് വരില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പെയിൻ ഉണ്ടാകും. പിന്നീട് ശ്വാസതടസ്സം അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം, വോമിറ്റിംഗ് സെൻസേഷൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊരു അറ്റാക്കിൻ്റെ വേദനയാകാം എന്നുള്ള ഒരു നിഗമനത്തിലെത്തുകയും വേഗം തന്നെ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങളും നമ്മൾ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷേ നമ്മൾ ഗ്യാസിൻ്റെ ആണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഒരു ജീവൻ തന്നെ നഷ്ടമായേക്കാം. ഈ ഒരു വിവരം, ഏറ്റവും വിലപ്പെട്ട ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടൊന്ന് ഷെയർ ചെയ്യും.